പക്ഷേ NDRFിൻ്റെ 2 ബോട്ടുകൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇതിനിടയിൽ 2 ഡൈവർമാരാണ്, ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹ ഡൈവർ കൂടിയാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ നാവികസേന കയർ കണ്ടെത്തിയിരിക്കുന്ന അതിൻ്റെ സമീപത്തായി ഈ മൺതിട്ടയ്ക്ക് അടുത്തേക്കുള്ള ആ ദൂരം ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തേക്കുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. നേരത്തെ കണ്ടെത്തിയിരുന്ന കയർ ഒരു മരത്തിൽ ചുറ്റപ്പെട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കയർ കിടക്കുന്ന ഭാഗത്ത് തന്നെ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ കയർ മുറിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ അവിടെ കണ്ടെത്താനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അവിടെ പരിശോധിക്കാൻ ഡൈവിംഗ് സംഘത്തിന് മാത്രം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ നമുക്ക് അവിടെ നേവി കണ്ടെടുത്ത ഭാഗമാണ്. ഒരു കയറും അതോടൊപ്പം 2 പൽചക്രങ്ങളുമാണ്. അതിൻ്റെ ഒറിജിനൽ ചിത്രമാണ് ഇപ്പോൾ മറുഭാഗത്ത് സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കയറിനൊപ്പം പുഴയിൽ നിന്ന് കിട്ടിയ പൽചക്രങ്ങൾ, അത് ഗിയർ ബോക്സിനുള്ളിൽ ഉണ്ടാകാറുള്ള അതേ ഇനം പൽചക്രങ്ങളാണ്. 2 പൽചക്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ തെരച്ചിലും കിട്ടിയിരിക്കുന്നത്. വാഹനം തകർന്നിട്ടുണ്ടാകാനുള്ള അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും തകർന്നു പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്ന രീതിയിലാണ് ഗിയർ ബോക്സിനുള്ളിലുള്ള പൽചക്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നേവി പുറത്തുവിട്ട വിവരങ്ങളാണ്. കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഈ 2 പൽചക്രങ്ങൾ. മുബീൻ